പാത്തുവിൻ്റെ കല്യാണം. അങ്ങനെ ഫൈനലി സാപ്പിലി നമ്മൾ പാത്തുവിൻ്റെ കല്യാണത്തിൻ്റെ തലേന്നത്തെ ദിവസം നാളെയാണ് കല്യാണം. ഇന്നാണ് നമ്മൾ പ്രീ വെഡിങ് എന്നൊക്കെ പറയാൻ പറ്റും. ചെറിയൊരു ജസ്റ്റ് ഫ്രണ്ട്സും ഫാമിലി മാത്രമായിട്ടുള്ള ചെറിയൊരു പരിപാടി. ആക്ച്വലി ഇങ്ങനെ ഒരു പരിപാടി പ്ലാനിലേ ഇല്ലായിരുന്നു. ഒരു 2 days മുന്നെയാണ് പാത്തുവിനെ വിളിച്ചിട്ട് നമ്മൾ തലേന്ന് എന്തെങ്കിലും ഒരു പരിപാടി ആക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ തിരൂര് ഒരു പ്രോപ്പർട്ടിയിലാണ് ഉള്ളത്. നല്ല രസമാണ് പ്രോപ്പർട്ടി, ബ്യൂട്ടിഫുൾ. അപ്പൊ പ്രത്യേകിച്ച് പ്ലാനൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മൾ നമ്മൾ നേരത്തെ എത്തി. പാത്തൊന്നും എത്തിയിട്ടില്ല, അവരൊക്കെ വരുന്നേ ഉള്ളൂ. ഡ്രെഡ് പാത്തു നമ്മൾ ടീംസ് എല്ലാം ഇന്ന് കുറെ ആൾക്കാരൊന്നും ഇല്ല. കാരണം പെട്ടെന്ന് ഉണ്ടായ പരിപാടിയാണെങ്കിൽ കുറെ ആൾക്കാർ നാട്ടിലില്ല. പിള്ളേരൊക്കെ വെച്ചിട്ട് ഒരു 19 ആളെ പരിപാടി, കുഞ്ഞു പരിപാടി. നമ്മൾ വിചാരിച്ചു ഡാൻസ് ഒക്കെ കളിക്കാം. അപ്പൊ ഡാൻസ് പ്രാക്ടീസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൻസി ആദ്യം പഠിച്ചു വന്ന പോലെയാണ് കളിക്കുന്നത്. ഡാൻസ് ആദ്യം സത്യോ കളി കാണുമ്പോ നമുക്ക് നേരത്തെ ഏതോ ഫ്രണ്ട്സിന്റെ വെഡിങ്ങിനൊക്കെ പഠിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ മറ്റേ ഇതെല്ലാവർക്കും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്. പെട്ടെന്ന് പാത്തുവിൻ്റെ കല്യാണം വന്നത്. ഇപ്പം നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ പ്രത്യേകിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ പാത്തുവിനെ കണ്ട കാലം മുതൽ ഞാൻ ആഗ്രഹിച്ചൊരു ദിവസമാണ് ആക്ച്വലി നാളെ. അപ്പോൾ ഇറ്റ്സ് ഹാപ്പനിങ്. അപ്പോൾ പത്ത് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. 2 ദിവസം ഇനി ഫുൾ പാത്തുവിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും, നമ്മുടെ ടീംസ് എല്ലാവരും. കാരണം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്. കാരണം നമ്മളെല്ലാവരും പാത്തെന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു ഫൈനലി പാത്തു ഈസ് ഗെറ്റിംഗ് മാരീഡ്. അപ്പോൾ യെസ്, ബാക്കി വിശേഷങ്ങൾ, കല്യാണ വിശേഷങ്ങളും കല്യാണം തലേന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാം. സ്റ്റേ ട്യൂൺ. ഇവർ രണ്ടാളും പഠിച്ചു തന്നെ പറ്റിക്കുക. ഉണ്ടാവില്ലേ പെട്ടെന്ന് എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് ഒന്നിച്ച് കളിക്കുന്ന അതേപോലെ രണ്ടാളും ഫിലിമിലൊക്കെ കാണും പോലെ ഞാൻ എവിടെ എത്തിയില്ല. ഞാൻ ലടുക്കി എത്തിയില്ല. और लड़के कहाँ से आया है रे तू, ना 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 चले गए നമ്മളെന്താ വിളിച്ചേ? ചले गई ना चले गए ना 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 വീണ്ടും ना 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 എനിക്ക് പറ്റുന്നില്ല. അവിടെ വരെ ഒന്ന് ഫസ്റ്റ് പഠിപ്പിക്കും, എന്നിട്ട് മാത്രം മതി. ഓക്കെ, പഠിപ്പിച്ചു കൊടുത്താ. എവിടെ 1 2 3 വരാം. ഷംല നമ്മളെ കൂടെ കൂടിയിട്ടൊക്കെ ഡാൻസ് പഠിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഒറ്റക്ക് സിംഗിൾ പെർഫോമൻസിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ആര് മെയിനായില്ലേ, ഞാൻ ഒറ്റക്കെന്നെ മെയിനായിക്കോളാം. നമ്മള് പഠിക്കുമ്പോ നമ്മളെ കൂട്ടത്താണായിട്ട് പഠിക്കാൻ പറ്റൂല. എനിക്ക് ഒറ്റക്ക് പഠിക്കണം, എനിക്ക് മെയിൻ ആവണമെന്നൊക്കെ. ഒന്നെങ്കിലും ഞാൻ കളിക്കണ്ടേ, എനിക്ക് പറ്റണില്ല. അവര് ഫുൾ ടഫ്. आ गया दिल चुराने आ गया. अरे वाह, ഇങ്ങോട്ട് വാ. പാത്തുന് നാളാവണ്. ഐ പാത്തു ഇങ്ങോട്ട് വാ. നാളായി പാത്തുന്. ഇങ്ങോട്ട് വാ. ഉണ്ട് ആ കൊടൊന്ന് മാറ്റി, ഞാൻ ഒന്ന് കാണട്ടെ മുഖം. കല്യാണപ്പെണ്ണ് ഇങ്ങോട്ട് വാ. വേറെ പാത്തു. ഇത് സാൻഡ്ര ഹായ് ബോലോ. പാത്തുവിന്റെ ബാംഗ്ലൂരിലെ ഫ്രണ്ട്. ഐ മീൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ, തൃശ്ശൂർ. വേറെ ഓരൊക്കെ എപ്പോഴാ വരിക?
ഫാമിലി നാളെയോ പാത്തുൻ്റെയോ പാത്തു പോലെ വേറൊരു കിളി 6 മണിയോ ഓക്കെ ഓക്കെ അങ്ങനെ പാത്തൂട്ടിന്റെ നമ്മുടെ ഫസ്റ്റ് ഏത് ഡേനു കല്യാണ തലേന്ന് പറ പാത്തു ആർ യു എക്സൈറ്റഡ് എത്ര കാലമായിട്ടുള്ള കാത്തിരിപ്പാണ് പറയണോ സർപ്രൈസ് ആണോ ഓക്കെ സർപ്രൈസ് ആണ് ഇവിടെ റെഡാണ് ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത് പാത്തുവിന് ഒരു ഡോട്ട് മാത്രമേ കൺസീലർ ഇടാൻ പറ്റുള്ളൂ ഒരു ഡോട്ട് മാത്രമേ ഫൗണ്ടേഷൻ ഇടാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് റെഡി ആവുന്ന തിരക്കിലാണ് ഇവിടെ അങ്ങോട്ട് കാണിക്കാണ്ട് ഇങ്ങോട്ട് മാത്രം അങ്ങനെ ഇപ്പം മഴയൊക്കെ നിന്ന് എപ്പോഴും നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ പരിപാടി തുടങ്ങുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഓക്കെ സോറി അപ്പോൾ പാത്തു ആൻഡ് നാസിം ഈസ് ഗെറ്റിംഗ് മാരീഡ് ഗൈസ് എനിക്ക് എൻ്റെ കല്യാണത്തിനുള്ള ഡ്രസ്സും ഒക്കെ ഞാൻ ഇന്നാണ് കാണുന്നത് അതുകൊണ്ടുള്ളൊരു ടെൻഷൻ അത് ഇട്ട് നോക്കിയിട്ട് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല ഇട്ട് നോക്കാം യെസ് ഐ എം എക്സൈറ്റഡ് ബ്രെഡ് എൻ്റെ എന്തോ പൊട്ടി ഓക്കെ ഓക്കെ ഒന്നും പൊട്ടിയില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഇന്ന് ഞങ്ങളെ ഡാൻസ് ഉണ്ട് പാത്തുന് ഗെയിംസ് ഉണ്ട് ഇതൊക്കെ ഞാൻ സെറ്റ് ആക്കണമല്ലോ അല്ല മറന്നുപോയി ഞാൻ പിന്നെ പാത്തുനല്ലേ ഗെയിം കളിക്കാന്ന് പറഞ്ഞേ വരുന്നൊക്കെ എന്റർടൈൻമെന്റ് പാത്തു അല്ലേ ബ്രൈഡ് അപ്പൊ പാത്തു ആണ് കളിക്കാൻ പോണത് ഓക്കെ അപ്പൊ ഇനി റെഡി ആയിട്ട് കാണാം ഇതിലാണോ ഓക്കെ ഹലോ ഇത്താത്ത ഓക്കെ എടാ ഇവന്റെ കൂടെ ആരെങ്കിലും നിക്ക് ഹനൂൻ സവാദ് വാ നിക്ക് നിക്ക് നിഹാലിന്റെ ഇവിടെ വേറെ ചെക്കന്മാരാ നിങ്ങളൊക്കെ നിക്ക് അപ്പൊ ഇത് ഷൂ ഗെയിം ഇവരെ രണ്ടാളും കയ്യില് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ട ഷൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഗെയിം മനസ്സിലായോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ് ആരാണ് ഫസ്റ്റ് ഐ ലവ് യു എന്ന് പറഞ്ഞത് പൊക്കി പിടിക്കേ ഓക്കെ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാ ആരാണ് ഫസ്റ്റ് സോറി പറയാ കൈ പൊക്കി പിടിക്കണം ഓക്കെ ഹു ഇസ് ദ ബെറ്റർ ഡ്രൈവർ ആരാണ് ഏറ്റവും നന്നായി ഡ്രൈവ് ചെയ്യുക ഒരു മിനിറ്റ് ഇത് ഞാൻ ഓഡിയൻസിന് വിട്ടുകൊടുക്കുള്ളൂ ആരാണ് നന്നായി ഡ്രൈവ് ചെയ്യാം ആരാ എനിക്കറിയാം ഒരു മിനിറ്റ് എനിക്കറിയുന്ന പാത്തു ആണെങ്കിൽ പാത്തു ഒരു ടെറിബിൾ ഡ്രൈവറാണ് പാത്തു ഒരു വണ്ടി പാത്തുന് ഓപ്പോസിറ്റ് വന്നാൽ ഓരോ 2 ചീത്ത പറഞ്ഞാലേ പാത്തുന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ
അപ്പൊ എന്റെ ഇതിലൊക്കെ അപ്പൊ ലാസ്യമാണ് കേട്ടോ. ഹൂ സ്പെൻഡ്സ് മോർ ടൈം ഓൺ ഇൻസ്റ്റഗ്രാം? അതിപ്പോ ആലോചിക്കാന്. ആരാണ് ഏറ്റവും എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് ഒക്കെ മേടിക്കുന്ന ആള്? ഹൂ ഇസ് ദ ഫണ്ണിയസ്റ്റ് വൺ? ഏറ്റവും ഫൺ പേഴ്സൺ ആരാണ്? ഓ പാത്തു പറഞ്ഞ ഒരു ഫണ്ട് പറഞ്ഞു തരുമോ? ആണോ? ഹൂ ഇസ് മോർ റെസ്പോൺസിബിൾ? ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാരാണ്? എക്സ്ക്യൂസ് മീ. അപ്പൊ ഓക്കെ. Who's more romantic? Who is more romantic? Oh! Okay. ഏറ്റവും കൂടുതൽ ടോയ്ലറ്റിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളാരാണ്? ഏറ്റവും കൂടുതൽ ടോയ്ലറ്റിൽ ഫോണായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന ആളാരാണ്? എന്നാലും പറഞ്ഞു വെച്ചിട്ടൊക്കെ അറിയാലോ. ചെറിയ കുട്ടികൾ വരെ പറയണത് പാത്തുവാണ്. ഹു ഇസ് ബെറ്റർ ഡാൻസർ? പാത്തുവോ? പാത്തു എപ്പോഴാ ഡാൻസ് കളിച്ചേ? ഓക്കെ. ഹു ഇസ് ബെറ്റർ സിംഗർ? സിംഗർ. ഓക്കെ. സിംഗ്. അപ്പൊ പാട്ട് പാടണ്ടേ? അല്ല, ഹു ഇസ് ബെറ്റർ സിംഗർ വെച്ച് നാസിമാണ് ഏറ്റവും നന്നായി പാട്ട് പാടുന്നത്. അപ്പൊ എന്തായാലും പാടിയേ പറ്റൂ. അത് പ്രശ്നമില്ല. ഞാൻ ഓൾറെഡി പരിപാടി തുടങ്ങുമ്പോൾ പറഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ട ഇവർക്ക് രണ്ടാൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇവന്റ് ആണ് ഇത്. അപ്പൊ നാസിമ പാടണ്ടേ? ഒന്ന് ഒച്ച സൗണ്ടിൽ പറ. ഇല്ല ഒരു 2 വരി. ഓക്കെ. പാത്തൂന് ഇഷ്ടപ്പെട്ട ഹൗ റൊമാൻറ്റിക്. ഏത്? ഓക്കെ, ഡിസ്കസ് ചെയ്യാം. പാത്തു ഒരിക്കലും ഒരു കുറച്ചു നേരം പ്രൈവസി കൊടുക്കാൻ പറഞ്ഞു. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഉമ്മയൊക്കെ ചിട്ടി. എല്ലാരും നാസിമ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പാട്ട് പാടുന്നത് ഫാമിലി കേൾക്കുന്നത്. എടാ 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 ഒരു കയ്യടി കൂടെ കൊടുക്കല്ലേ ഇനി? പാട്ട് പാടണോ? പാത്തു പാടണം. എല്ലാരും പറഞ്ഞു. പാത്തു ഇത് പാത്തുവിന് ഇവരൊക്കെ ഇംപ്രസ് ചെയ്യാൻ, പുതിയ ഫാമിലിയിലേക്ക് പോകണം, അവരൊക്കെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. പാത്തു കമോൺ. ഓ കുഴപ്പമില്ല പഠിക്കും. കുഴപ്പമില്ല. ലൈൻസ് തെറ്റാൻ നമ്മൾ ക്ഷമിക്കൂല എല്ലാരും. കമോൺ. റെഡി? പാടേ. അടിപൊളി. പാത്തു അങ്ങനെ മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ലാസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഹൂ മെൻഷൻഡ് മാരേജ് ഫസ്റ്റ്? ആരാണ് നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ആള്? ഹൂ
takes longer to get ready? Who is more patience? ആരാണ് ഏറ്റവും പേഷ്യൻസ്? അടിപൊളി. അപ്പോൾ ഐ തിങ്ക് നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളെ സൈഡ്, ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ഒന്നുമില്ലല്ലോ? അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നാസിമാണ് ജയിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ആൾക്കാർ കൂടെ, കാരണം നാസിമിനും പാത്തുവിനും വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ കൂടെ ആക്ച്വലി ഇവിടെ ഉണ്ട്. അവർ സ്റ്റേജിലേക്ക് വന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഈ പരിപാടി ആക്ച്വലി ഇൻകംപ്ലീറ്റ് ആണ്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഷാന, മിനു പറയാനുള്ളത് എന്താണ് ഈ ഒരു ദിവസത്തിനെ പറ്റി, നാസിമിനെ പറ്റി, പാത്തുവിനെ പറ്റി? ആക്ച്വലി ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് നമ്മൾ കാത്തു നിൽക്കുന്നതാ. നമുക്ക് എല്ലാവർക്കും അറിയാം പാത്തു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം ഞാൻ വിചാരിച്ച് പാത്തുൻ്റെ ഒരു വഴിക്കും പാത്തുൻ്റെ ഒരു എനർജി ഒക്കെ കണ്ടപ്പോൾ ഇനി സമയമുണ്ട് പാത്തു കല്യാണം കഴിക്കാൻ, ഒരു 2-3 ഇയേഴ്സിൽ എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പെട്ടെന്ന് ഒരു 2 ആഴ്ച കൊണ്ട് പാത്തുവിൻ്റെ മംഗളം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കില്ലേ എന്താ പറയണ്ട, അത്രയും സന്തോഷമുണ്ട്. പിന്നെ പാത്തു കല്യാണം കഴിക്കുന്ന നാസിമാണ് കൂടി അറിഞ്ഞപ്പോ നാസിമ് പാത്തുവിന് ശരിക്കും ഇങ്ങനെ മാച്ച് എന്ന് പറയില്ലേ, പാത്തുവിന് നാസിമെ മാച്ച് ആവുള്ളൂ. അങ്ങനെ മാച്ചുള്ള ഒരാളാണ് നാസിമ്. ബൈ ക്യാരക്ടർ ആയിക്കോട്ടെ, എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ടില്ല. പാത്തു എപ്പോഴും പറയും ഞാൻ കല്യാണം കഴിക്കുന്ന ഒരാള് എന്നെ ഇങ്ങനെ മോളെ പൊന്നേനൊക്കെ വിളിക്കണം എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് നാസിമ അങ്ങനത്തിന് പാത്തുവിനെ പൊന്നു പോലെ നോക്കൂ. ശരിക്കും പാത്തുവിന്റെ നാസിമിന്റെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. പാത്തു ആദ്യം പറയുന്നുണ്ട് ഒരു 30 വയസ്സിന്റെ ഉള്ളിലേക്ക് എന്തായാലും കല്യാണം കഴിക്കണം എന്നുള്ളത്. അതിപ്പോ ഏതായാലും നടന്ന് കറക്റ്റ് എപ്പോ പറയും, കാണുമ്പോ പറയും 30 വയസ്സിന്റെ ഉള്ളിലേക്ക് എന്തായാലും കല്യാണം കഴിക്കണം. പിന്നെ പാത്തു പിന്നെ വേറെ ഒരു കാര്യം എല്ലാവരോടും പറയും, ചുറ്റു ചെറിയ മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ അപ്പം പത്തിനോട് നമ്മള് അയ്യോ സാരില്ല കേട്ടോ, ഇപ്പൊ മാറിപ്പോയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ അറിയില്ല, ആളിങ്ങനെ പറഞ്ഞു കൊടുക്കാണ്ടാണ്. അപ്പൊ നേരത്തെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാലൊന്ന് അറിയണം. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇനിയും ആൾക്കാരുണ്ട്. ഡ്രെഡേ കം ഓൺ, ഞാൻ പറയും ഒരുമിച്ചല്ലല്ലോ. ഓക്കെ, ഡ്രെഡിന് ഞാൻ ആദ്യം സംസാരിക്കണം എന്നുള്ളത് പറഞ്ഞു. പാത്തു ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് ഷാനയും മീനും ഒക്കെ അവരൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ പാത്തു ഇപ്പൊ ഇവര് പറഞ്ഞ പോലൊക്കെ തന്നെ പാത്തു ആദ്യം പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാന്ന് പറഞ്ഞ ഒരു എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ആദ്യത്തെ ആളാണ് പാത്തു. അപ്പോൾ പാത്തു അന്ന് മുതലേ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തുവിൻ്റെ സങ്കല്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പാത്തു കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഭയങ്കരമായിട്ട് ഓളെ പാമ്പർ ചെയ്യണം, ഇങ്ങനെ കൊഞ്ചിക്കണം, എന്തെങ്കിലും പ്രശ്നം വന്നാലും സാരില്ല മോളെ ഇറ്റ്സ് ഓക്കെ എല്ലാം പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്ന പാമ്പർ ചെയ്യുന്ന ഒരാളായിരിക്കണം പാത്തുവിൻ്റെ ഹസ്ബൻഡ് എന്ന് പാത്തുവിന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതേപോലെ പാത്തു എന്താണോ ആഗ്രഹിച്ച അതേപോലെ ഒരാളെയാണ് പാത്തുവിനെ കിട്ടിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായത് ഒരു 20 days ഒക്കെ മുന്നെയാണ് പാത്തു പറയുന്നത് ഓക്കെ ഞാൻ ഐ എം ഗെറ്റിംഗ് മാരീഡ് എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും നെറ്റിയൊരു ദിവസമാണ് അത്. കാരണം ഞങ്ങൾ അത്രയും കാത്തുന്ന ഒരു പരിപാടിയാണിത്. പാത്തു കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, നാസിമും കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇവിടെ കൂടിയ ഓരോരുത്തരും ആഗ്രഹിച്ചൊരു ദിവസമാണ് ആക്ച്വലി ഇന്ന്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, അത്രയും ഇമോഷണലുമാണ്. കാരണം എന്താ ഇത് നടക്കണം എന്ന് ഞങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ ഭയങ്കര സന്തോഷം. പാത്തു പാത്തു മൊത്തത്തില് അങ്ങനെ ഒരാളാണ്. പാത്തുവിനെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ചീത്ത പറഞ്ഞ ആൾക്കാരെ കൂട്ടത്തിൽ ഒരാൾ ഞാനായിരിക്കും. പാത്തു അങ്ങനെ ഒരു ടൈപ്പ് കുട്ടിയാണ്. അപ്പോൾ എന്തിനും ഏതിനും സാരില്ല എന്തൊക്കെ പറഞ്ഞ ആള് ഹാപ്പിയാ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നാസിമിനും പാത്തുവിനും ഭയങ്കര അവരെ ലൈഫിൽ ഒരുപാട് അടിപൊളി മൊമെന്റ്സ് ഉണ്ടാവട്ടെ, അവർ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് ഉണ്ടാവട്ടെ. അവരെ ഫാമിലിക്കാണെങ്കിലും രണ്ടുപേരും ഫാമിലിനെ എനിക്ക് ഭയങ്കരമായിട്ട് അറിയുന്ന ആൾക്കാരാണ്. രണ്ടുപേരും അവരെ ഫാമിലിയിൽ വലിയ വലിയ സന്തോഷങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാവട്ടെ.
അപ്പം ഹാപ്പി മാരീഡ് ലൈഫ്. പാത്തു ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. സെയിം. അപ്പോ സവാദക്ക എവിടെ? സവാദക്ക എവിടെ? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് വിളിക്കേണ്ട ആള് സവാദിക്കാണ്. എന്തെന്നാൽ ബാക്കി സവാദക്ക പറയും. ഇങ്ങനൊരു കല്യാണം നടക്കാനുള്ള കാരണം ഇതാ അവനാണ്. അല്ലാണ്ട് വേറെ ആരെ പറയാ? ഒന്നും പറയാനില്ല. സന്തോഷം. സംസാരിച്ചിട്ട് പോയ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ കാണുന്നുണ്ടല്ലോ. അതില് ഒരേ വേളെങ്കിലും സവാദുണ്ട്. ഞാൻ ഭയങ്കര ലൈക്കാണ് സവാദിനെ പോലെ കണ്ടിലേക്ക് കിട്ടിയത്. ഇന്ന് എല്ലാത്തിനും ഞാൻ പറയാൻ തന്നെ ഓടി വരും. ഇതിൽ വള്ളി എനിക്ക് തന്നോ ചെയ്യാന്ന് പറയും. അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു മൊമെന്റിൽ ആൾക്കാർക്ക് പറയാൻ പറ്റിയ സന്തോഷം. സവാക്ക സത്യം പറഞ്ഞൊന്നും പറഞ്ഞില്ല. സവാക്കയാണ് ആക്ച്വലി ഇവിടെ പറയാൻ ഏറ്റവും പറയേണ്ട ആൾ ആക്ച്വലി. കാരണം ഇങ്ങനൊരു ദാറ്റ് ഈസ് നമ്മൾ പാത്തുവിനെ പരിചയപ്പെട്ട കാര്യം പാത്തു പറയുന്ന ഒരു പേരാണ് സവാദക്ക. നമ്മുടെ ടീമിലോ നമ്മളെപ്പോഴും കാണുന്ന ആളൊന്നുമല്ല, പക്ഷെ നമുക്കും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ആളാണ് സവാദ്. ഇവരെ രണ്ടാളും ഇവിടെ ഇരിക്കാനുള്ള റീസണും സവാദാണ്. അപ്പോൾ യെസ്, സവാദിനൊരു കയ്യടി. ഹനൂൻ ബാ വാ 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 വാ. അസ്സലാമു അലൈക്കും. പാത്തുവിൻ്റെ എല്ലാ സർക്കിളിലും ഞാനുണ്ട് തോന്നുന്നു. എല്ലായിടത്തും ഞാൻ എത്താറുണ്ട്. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 2-3 വർഷമായി. അപ്പം ഭയങ്കര ക്ലോസ് ടു ആർട്ട്. ഞാൻ എല്ലാവരോടും പറയും പാത്തുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലൊരു ഇൻഫ്ലുവൻസർ അങ്ങനെ ആയതുകൊണ്ടല്ല, ഞങ്ങൾ ആ തുടക്ക കാലഘട്ടങ്ങളിൽ പരിചയപ്പെട്ടപ്പോഴേ ഭയങ്കര സിംഗാര ആളാണ്. എനിക്ക് മിനു പറഞ്ഞ കാര്യം ഇതിൽ പറയാനുള്ള ആ ഒരു ചുച്ചു ഞാൻ അപ്പോഴേ കേൾക്കണതാണ്. എനിക്കൊരാളിങ്ങനെ കുഞ്ചിക്കണം, ഇങ്ങനെ ആക്കണം. ആ ഒരു ഭയങ്കര ആ ഒരു സാധനമാണെന്ന് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത ഒരാളാണ്. അതിപ്പോൾ നമ്മൾ എപ്പോഴും പറയും, ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്താൽ അത് തരും എന്ന് പറയല്ല. അതാണ് ആ മാനിഫെസ്റ്റേഷനാണത്. അത് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കുറേ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാവരും പറയുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഒന്നിലും ഒരു ഒബ്ജക്ഷൻ അല്ല, സത്യം. എല്ലാവരും അതിൽ പറഞ്ഞു സത്യമാണ്, അതിലൊരു തെറ്റുമില്ല. ലൈഫ് ലോങ് ചുച്ചു ആകാൻ പറ്റട്ടെ. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാത്തുവിനും നാസിമിനും വേണ്ടപ്പെട്ട എല്ലാവരും നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ? അപ്പൊ നാളെ നമ്മളെല്ലാവരും കാത്തുന്ന ദിവസം നാളെയാണ്. ഇവര് നാളെ ഒഫീഷ്യലി എല്ലാവരും നാളെ ഇതേ സന്തോഷത്തിന് ഇതേ ഓണത്തിന് നമ്മള് നാളെ ഒന്നുകൂടെ കൂടും.
പാത്തു നാസിമും എല്ലാം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുന്നതിന് മുന്നേ പാത്തു എന്താ പറയാനുള്ളത്? പറയണ്ടേ? കാരണം ഇപ്പൊ പാത്തു മിസ് അല്ല, മിസ്സിസ് അല്ല, മിസ് ആണ്. ചെങ്ങായി വേം പാടാ പാടാ വേവാ വേവാ സൗണ്ടില്ലാത്ത എടുത്തു കൊടുക്കും. അപ്പൊ നാസിമിനും കൂടെ എന്താ പറയാനുള്ളത്? മിസ്റ്റർ ഹസ്ബൻഡ് മുന്നേയുള്ള കമന്റ്. ലാസ്റ്റ് നൈറ്റ് ബിഫോർ ബി മിസ്റ്റർ ഹസ്ബൻഡ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷം. ഞാൻ ഈ പറഞ്ഞ പോലെ പരിപാടി കൂടെ കിട്ടിയൊന്നും വിചാരിച്ചിട്ടില്ല. അത് ഇന്നലെ ഒരുപാട് സന്തോഷം. നാളെ പറഞ്ഞ പോലെ എല്ലാവരും സമയത്ത് കാര്യമെത്തുക. ഓക്കെ, എല്ലാവരും ഗുഡ് നൈറ്റ്. Thank you so much, guys. Good night.